1945-ൽ ലോകം രണ്ടാം ലോകം മഹായുദ്ധത്തിന്റെ അവസാനത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിന്റെ അന്തിമഘട്ടത്തിന്റെ തുടക്കത്തെയും സാക്ഷിയായി 1947-ലെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള അത്ഭുതകരമായ യാത്രയായിരുന്നു അത്. അന്നേ വർഷം 1945 ഒക്ടോബർ 17-ന് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ എഴംകുളം എന്ന ചെറുഗ്രാമത്തിൽ ഡാനിയേൽ മാത്തായ്ക്കും റേച്ചൽ ഡാനിയേലിനും ഒരു കുഞ്ഞ് ആൺകുട്ടി ജനിച്ചു. അവർ അവനെ ഡി. തോമസ് എന്ന് പേരിട്ടു. ഇനി നാം സ്നേഹത്തോടെ പപ്പ എന്ന് വിളിക്കാം. പപ്പ ദൈവഭക്തിയുള്ള പരസ്പര സ്നേഹമുള്ള കുടുംബത്തിൽ വളർന്നു. വലിയ സഹോദരൻ തങ്കച്ചൻ, ഇളയ സഹോദരന്മാരായ ജോർജ്, കുഞ്ഞുമോൻ, ജോണി, സഹോദരിമാരായ പൊന്നമ്മ, ലീലമ്മ, കുഞ്ഞമ്മ എന്നിവരോടൊപ്പം പപ്പ വളർന്നു. പപ്പായുടെ അച്ഛൻ ഡാനിയേൽ മാത്തായി ഒരു കഠിനാധ്വാനിയായ കർഷകനായിരുന്നു. സ്വന്തം നിലത്തിൽ നെല്ലും പച്ചക്കറികളും കൃഷി ചെയ്ത് അത് പ്രാദേശിക മാർക്കറ്റിൽ വിൽപ്പന നടത്തി 7 മക്കളുടെയും വിദ്യാഭ്യാസവും ജീവിതവും മുന്നോട്ടു നയിച്ചു. ജീവിതം എളുപ്പമായിരുന്നുവെങ്കിലും അതിൽ കഠിനാധ്വാനവും കുടുംബസ്നേഹവും ഉജ്ജ്വല മൂല്യങ്ങളും നിറഞ്ഞിരുന്നു. 1950-ൽ പപ്പ പഠനം ആരംഭിച്ചത് പറക്കോട് ഗവൺമെന്റ് സ്കൂളിൽ ആയിരുന്നു. 25-ആം വയസ്സിൽ വലിയ സഹോദരൻ തങ്കച്ചൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. ഈ നഷ്ടം മാതാപിതാക്കൾക്ക് അതീവ വേദനയായി. എങ്കിലും അവർ ദുഃഖം മറന്നു ശേഷിക്കുന്ന മക്കളുടെ വിദ്യാഭ്യാസത്തിനും ജീവിതത്തിനുമായി അശ്രാന്തമായി പരിശ്രമിച്ചു. 1961-ൽ പപ്പ 10-ാം ക്ലാസ് പൂർത്തിയാക്കി ടൈപ്പിംഗും ഷോർട്ട് ഹാൻഡും പഠിച്ചു. 1963-ൽ പരിശീലനം പൂർത്തിയാക്കി കേരളത്തിലും പുറത്തും തൊഴിൽ അന്വേഷിച്ചു. ഒടുവിൽ മധ്യപ്രദേശിലെ ജബൽപൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം 1970-ൽ പപ്പ ഇന്ത്യൻ റെയിൽവേസിൽ ട്രാവലിംഗ് ടിക്കറ്റ് എക്സാമിനർ ആയി ചേർന്നു. പപ്പ കത്നിയിൽ താമസിച്ചു. ഇന്ത്യയിലുടനീളം സൗജന്യമായി യാത്ര ചെയ്യാനുള്ള അവസരം ആസ്വദിച്ചു. 1975-ൽ പപ്പായുടെ സുഹൃത്തായ ഗോപി നോർത്തേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡിലേക്ക് ചേർന്നതിനെ തുടർന്ന് പപ്പായും ജയന്ത് പ്രോജക്റ്റിൽ മധ്യപ്രദേശ് ചേർന്നു. 2 വർഷങ്ങൾക്ക് ശേഷം 1977 ജനുവരിയിൽ പപ്പ ലീലമ്മയെ വിവാഹം കഴിച്ചു. പുതിയ ദാമ്പത്യ ജീവിതം മധ്യപ്രദേശ് ജയന്തിലെ ആരംഭിച്ചു. ദൈവം അനുഗ്രഹിച്ചതിനാൽ അവരുടെ കുടുംബം വളർന്നു. 1977 ഡിസംബറിൽ ലിജു കെ തോമസ്, 1979 ജൂലൈയിൽ ലിജോ കെ തോമസ്, 1990 നവംബറിൽ ജിലു കെ തോമസ് എന്നിവർ ജനിച്ചു. നല്ല ജോലി, നല്ല ആരോഗ്യവും സ്നേഹമുള്ള കുടുംബവും കൊണ്ടുള്ള ജീവിതം സമാധാനപൂർണവും അനുഗ്രഹപൂർണവുമായിരുന്നു. 1993-ൽ പപ്പായ്ക്ക് ഒരു അപകടത്തിൽ കാലിന് ഗുരുതര. അന്നു തനിക്ക് പ്രമേഹമുണ്ടെന്ന് പപ്പായ്ക്ക് അറിഞ്ഞിരുന്നില്ല. അതിനാൽ മുറിവ് വഷളായി. ഡോക്ടർമാർ കാലു മുറിച്ചാൽ മാത്രമേ ജീവൻ രക്ഷിക്കാനാകൂ എന്ന് പറഞ്ഞു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ പപ്പ പൂർണ്ണമായി സുഖം പ്രാപിച്ചു. ഇരുകാലുമായി വീണ്ടും നടക്കാൻ തുടങ്ങി. അത് യഥാർത്ഥ അത്ഭുതമായിരുന്നു. അതിന് ഒരു വർഷം മുൻപ് 1992-ൽ റെണുകൂട്ടിൽ നടന്ന കത്തോലിക്ക കരിസ്മാറ്റിക് പ്രാർത്ഥനാ യോഗത്തിൽ പപ്പായുടെ കുടുംബത്തിൽ ആത്മീയ ഉണർവ് ആരംഭിച്ചു. ദൈവം മമ്മിയെ ആഴത്തിൽ സ്പർശിച്ചു. ആ മാറ്റം മുഴുവൻ കുടുംബത്തിലേക്കും വ്യാപിച്ചു. 1998ഓടെ ലിജുവും ലിജോയും യേശുക്രിസ്തുവിനെ തങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി ഏറ്റെടുത്തു. പിന്നീട് ജിലുവും അതേ വഴിയിൽ നടന്നു. അതിനുശേഷം പപ്പായും കുടുംബവും ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ദൈവത്തെ വിശ്വസ്തമായി സേവിച്ചു. വർഷങ്ങളുടെ സേവനശേഷം പപ്പ 2005-ൽ നോർത്തേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ് ജയന്തിൽ നിന്നു വിരമിച്ചു. പപ്പായുടെ അച്ഛൻ ഡാനിയേൽ 1987, അമ്മ റേച്ചൽ 2021-ൽ സ്വർഗസ്ഥയായി. വിരമിച്ച ശേഷം തന്റെ സമ്പാദ്യത്തിൽ എഴംകുളത്ത് ഒരു മനോഹരമായ വീട് പണിതു. അതിന് കുമരംപറമ്പിൽ ഗ്രേസ് വില്ല എന്ന പേര് നൽകി. ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ കുടുംബത്തിന്റെ ആദ്യ കാർ മാരുതി 800 വാങ്ങി. ആ ചെറിയ കാറിൽ അനവധി ഓർമ്മകൾ പിറന്നു, ചിരിയുടെയും പാട്ടിന്റെയും യാത്രകളുടെയും. ഓരോ ക്രിസ്മസിനും മക്കൾ എവിടെ ആയാലും എല്ലാവരും കേരളത്തിലേക്ക് എത്തി കുടുംബമായി ആഘോഷിച്ചു. ദൈവവിശ്വസ്തതയുടെ തെളിവായി. 3 പുത്രന്മാരും പഠനം പൂർത്തിയാക്കി മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി നേടി വിവാഹിതരായി. ലിജു 2006-ൽ കോട്ടയത്തുകാരിയായ സുലു ഗ്രേസിനെ, ലിജോ 2008-ൽ തിരുവനന്തപുരം സ്വദേശിനിയായ റീന രാജനെ, ജിലു 2019-ൽ ബാംഗ്ലൂർ സ്വദേശിനിയായ ഹർഷിത കെയെ വിവാഹം കഴിച്ചു. ദൈവം പപ്പായെ കൊച്ചുമക്കളാൽ അനുഗ്രഹിച്ചു. ലിജുവിനും സുലുവിനും ജോഷോ ലിജു, ജെറമിയ ലിജു,
ലിജോക്കും റീനയ്ക്കും, ജോന്ന് ലിജോ, മാർവൽ ലിജോ, മിഷേൽ ലിജോ, ജിലുവിനും ഹർഷിതയ്ക്കും, എലിഷ ജിലു, ഈഥൻ ജിലു. പപ്പായുടെ ഹൃദയം സന്തോഷത്തോടെ നിറഞ്ഞിരുന്നു. മടിയിൽ കൊച്ചുമക്കളായിരുന്നു. 2018-ൽ പപ്പ മറ്റൊരു വലിയ കാർ അപകടത്തിൽ പെട്ടുവെങ്കിലും ദൈവത്തിൻ്റെ വീണ്ടും രക്ഷപ്പെട്ടു. മാസങ്ങളോളം വിശ്രമിച്ച ശേഷം പപ്പ ശക്തി വീണ്ടെടുത്തു, വിശ്വാസത്തോടെ ജീവിതം തുടർന്നു. 2025-ൽ പാൻക്രിയാറ്റിക് കാൻസർ കണ്ടെത്തിയിട്ടും പപ്പ ഇന്നും ദൈവകൃപയുടെയും കരുണയുടെയും ജീവിച്ചിരിക്കുന്ന സാക്ഷിയായി തുടരുന്നു. ഒരു സമർപ്പിത ഭർത്താവ്, സ്നേഹമുള്ള അച്ഛൻ, കരുതലുള്ള മുത്തച്ഛൻ, അചഞ്ചലമായ വിശ്വാസത്തിന്റെ മനുഷ്യൻ. പപ്പായുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, വഴികൾ എത്ര കഠിനമായാലും ദൈവകൃപ എപ്പോഴും മതിയാകും. ഹലോ, പ്രൈസ് ദി ലോർഡ്. എൻ്റെ കണ്ടാൽ താടിയൊക്കെ വലുതായി, എന്നാലും നിങ്ങളെക്കാൾ 1 മിനിറ്റ് 1 വയസ്സ് കുറവാണ്. അപ്പോൾ ഇയാൾക്കിപ്പം 81 ഉണ്ടെന്നാണ് എൻ്റെ വിചാരം. ഞാൻ 80 ആണെന്ന് പറഞ്ഞ് ഞാൻ നടക്കുന്നു. 46 45 നമ്മുടെ ഇയർ ഓഫ് ബർത്ത്. അതുകൊണ്ട് 1 വയസ്സിന് താൻ ചേട്ടനാ എനിക്കിന്നും. 1975 മുതൽ നമ്മൾ പരിചയമായതാ. ആ പരിചയം വളർന്ന് ഇന്ന് വലിയ സ്നേഹിതന്മാർ, റിട്ടയർഡായ സ്നേഹിതന്മാരെന്നുള്ള നിലയാണ്. അത് ഒരിക്കലും മറക്കാനുള്ള കാര്യമല്ല. എത്രയും വേഗം നമുക്ക് ഈ ലോകം വിട്ടൊക്കെ നമുക്ക് പോകേണ്ടി വരാം. അതുകൊണ്ട് ഓർക്കുമ്പോഴെങ്കിലും എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക. മക്കളോടൊക്കെ പറയുക, ഞാൻ ഇന്നാരാണ്, ചാക്കോയാണ് എന്ന് പറയുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഹലോ തോമസ്, വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. 1975 മുതൽ 2005 വരെ ഒന്നിച്ച് ജോലി ചെയ്തു, ഒന്നിച്ച് ഒരു സ്ഥലത്ത് താമസിച്ചു, സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നു. ഇപ്പോൾ താങ്കളുടെ 80ാം ജന്മദിനത്തിൽ എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നേർന്നുകൊള്ളുന്നു. ഈ സൗഭാഗ്യം എല്ലാവർക്കും കിട്ടുന്നതല്ല, 80ാമത്തെ ജന്മദിനമൊക്കെ ആഘോഷിക്കുക എന്നുള്ളത്. നമ്മുടെ കൂടെ ജോലി ചെയ്ത പലരും അതിനു മുമ്പേ ലോകത്ത് നിന്ന് വിട്ടുപോയി. അപ്പോൾ ഇത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് നമുക്ക് കാണാനേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. കുടുംബമായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമുള്ള ആയുസ് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ടും നമ്മളെ എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. ഹലോ തോമസ് അങ്കിൾ. ഹലോ ആൻറ്റി. അങ്കിൾ ലൈഫിൽ ഒരു റിമാർക്കബിൾ മൈൽ സ്റ്റോൺ കവർ ചെയ്തിരിക്കുക അല്ലേ, 80th ബർത്ത്ഡേ, വിച്ച് ഈസ് വെരി സ്പെഷ്യൽ. ഞങ്ങളുടെ എല്ലാവരുടെയും വക അങ്കിളിന് മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നാട്ടിൽ വരുമ്പോൾ എല്ലാവരെയും കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾക്കുള്ള കേക്കൊക്കെ മാറ്റി വെച്ചേരെ. Happy birthday, Thomas uncle. Wishing you many more healthy and happy birthdays. Have a nice time. ഹായ് തോമസ് അങ്കിൾ. ഹായ് ലീല ആൻറ്റി. ദൈവകൃപയാൽ നിങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അങ്കിളെ വിഷ് യു ഹാപ്പി 80th ബർത്ത്ഡേ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാട്ടിലൊരെല്ലാവരെയും കാണാൻ വരാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഞങ്ങൾക്ക് നാട്ടിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം വരാൻ പറ്റിയില്ല. ഞങ്ങളിപ്പം കഴിഞ്ഞ മാസമാണ് ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ വന്നേക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ എല്ലാ ആശംസകളും ഞങ്ങൾ അങ്ങളുടെ കൂടെ ഉണ്ട്. വൺസ് അഗൈൻ എൻജോയ് യുവർ ഡേ. എല്ലാ പിള്ളേരും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. അടിച്ചു പൊളിക്കുക മക്കളെ, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു. സുഖദുഃഖങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് കഴിഞ്ഞ 79 വർഷക്കാലം വഴി നടത്തിയ ദൈവം സന്തോഷത്തോടെ സമാധാനത്തോടെയും തുടർന്നും ഉള്ള ദിനങ്ങളൊക്കെയും വഴി നടത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്കിളിന് എല്ലാവിധമായ ജന്മദിനാശംസകളും നേരുന്നു. പപ്പ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ 80 വർഷക്കാലം പൂർത്തീകരിച്ച എൻ്റെ പപ്പായ്ക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. അതോടൊപ്പം ഓരോ ദിവസവും പപ്പായുടെ ജീവിതത്തിൽ സ്നേഹവും കരുതലും
സന്തോഷവും കൂടെ ഉണ്ടാകട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. പപ്പായുടെ ഈ സന്തോഷകരമായ വേളയിൽ കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സാധിച്ചതിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ജിംസൺ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എൻ്റെ പപ്പായ്ക്ക് 1000 ജന്മദിനാശംസകൾ. ദൈവം ഇത്രയും നടത്തിയ ദൈവത്തിന് ഇനിയും മുന്നോട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ ജോമി, ഷിജോ ആൻഡ് അല്ലു. പപ്പാ. Many happy returns of the day, uncle. God bless you. Have your specials today. Thank you.